എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റിലേക്ക് കഴിക്കാൻ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് പോയിട്ട് അരിയുണ്ട ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കണത്. അത് നേരത്തെ തന്നെ കഴുകി തോർത്തി നല്ലോണം ഫാൻ്റെ അടിയിലൊക്കെ ഇട്ട് നല്ലോണം തോർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അതിനെ നമ്മളൊരു ചുമന്ന നിറമായിരിക്കണം. അതിലിങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കണ്ടാലും മനസ്സിലാവും നല്ലോണം ചുമന്ന കളറാവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തീ വല്ലാണ്ട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. ഒരു ലോ ടു മീഡിയം വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കൽ എല്ലായിടത്തേക്കും എത്തണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ഇളക്കണം. കാരണം അരിയുടെ വേവ് ശരിയായിരിക്കണം. അപ്പോഴേ അരി ഉണ്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം ഇളക്കുക. അത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ. ഇപ്പോൾ അരിയുടെ കളറൊക്കെ വ്യത്യാസമായി തുടങ്ങി. ഇനി നല്ലൊരു ചുമന്ന നിറം വരും. അതുവരെ നമ്മൾ അരി കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത്ര വേണ്ടൂ. ഇപ്പോൾ തന്നെ വ്യത്യാസമായി നല്ലൊരു ചുമന്ന കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരുവിധമൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇപ്പോൾ അരി നല്ല ഒരു ചുമന്ന നിറമായിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഈ ചൂടൊന്ന് ആറണതിന് മുമ്പ് ഇത് പൊടിക്കുകയും വേണം കേട്ടോ. നല്ലോണം ചൂടിലല്ല, ഒരുവിധം ചൂടില്ല. നമുക്ക് തൊട്ടാൽ മനസ്സിലാവുമല്ലോ. വല്ലാണ്ട് ചൂടിൽ പൊടിച്ച മിക്സിക്ക് കേട് വരും. അപ്പോൾ വാങ്ങി വെച്ചു. ഇപ്പോൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ട് പൊടിക്കാം. അപ്പോൾ നമ്മുടെ അരി പാകത്തിന് ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പെട്ടെന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, 2-3 ഏലക്കായ ഉണ്ടല്ലോ, അതും തൊലി കളഞ്ഞിട്ട് നമുക്കിതിലിടാം. അപ്പോൾ ഞാനെടുക്കുന്നത് ഒരു 3-4 ഏലക്കായാണ്. ഇതൊന്ന് തൊലി കളയട്ടെ. തൊലി കളഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂടെ പൊടിഞ്ഞോളും. അപ്പോൾ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഏലക്കായ അരിയുടെ കൂടെ ചേർക്കാം. അപ്പോൾ ഏലക്കായ ചേർത്ത് കൊടുത്തു. നമുക്ക് അടച്ച് പെട്ടെന്ന് പൊടിച്ചിട്ട് വരാം. അരി ഏലക്കായും കൂടി പൊടിച്ചിട്ട് വന്നു. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് 1 കപ്പ് നാളികേരമാണ്. അത് ചേർക്കുക. എന്നിട്ട് ഇതും കൂടി നമുക്ക് പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇനി ചേർക്കുന്നത് 1 കപ്പ് ശർക്കരയാണ്. ശർക്കര നേരത്തെ തന്നെ പൊടിച്ച് വെച്ചതാണ്. വലിയ അച്ചാണെങ്കിൽ 2 അച്ചെടുക്കുക, അല്ലെങ്കിൽ 3-4 അച്ചെടുത്തുള്ളൂ ചെറുതാണെങ്കിൽ. ഇപ്പോൾ മധുരം നമുക്ക് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതും ചേർത്ത് പൊടിച്ചു കേട്ടോ. അതും കൂട്ടി പൊടിച്ചിട്ട് വന്നു. ഇനി നമുക്ക് എല്ലാം കൂടി പെട്ടെന്ന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ചെറിയ ചൂടുണ്ടായിരുന്നല്ലോ അരിക്ക്. അപ്പോൾ ചെറിയ ചൂട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഉണ്ടയാക്കാം. നമ്മൾ പെട്ടെന്ന് ഉരുട്ടി എടുക്കാം. ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു 4 മണി പലഹാരമാണ്. അരിയും ശർക്കരയും ഒക്കെ എപ്പോഴും എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പിന്നെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുമില്ല. ആ അരി വറക്കണ സമയം മാത്രമേ വേണ്ടൂ. പെട്ടെന്ന് നമുക്ക് ഉരുട്ടി വെക്കാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട ഉരുട്ടി കഴിയാറായി. ഇപ്പോൾ 1 ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇത്രയും കിട്ടി നമുക്ക്. പിന്നെ ഞാൻ അത്ര ഭംഗിയായിട്ടൊന്നും ഉരുട്ടിയിട്ടില്ല. കുറച്ചും കൂടി നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പ് കൊടുക്കാൻ കുറച്ചും കൂടി സമയമെടുത്ത് ഉരുട്ടുകയാണെങ്കിൽ, ഇതിപ്പോൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ വെച്ചിട്ട് ഇത്ര ചെയ്തുള്ളൂ. ഗസ്റ്റൊന്നുമില്ലല്ലോ, നമുക്ക് കഴിക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ല ഭംഗിയൊന്നും കൊടുത്തില്ല. വേഗത്തിൽ അങ്ങോട്ട് ഉരുട്ടി വെച്ചു. പക്ഷെ കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ ഞാനിത് ടിന്നിലാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയുണ്ട തയ്യാറായി. എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവർക്കും അറിയണതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊരു നല്ല 4 മണി പലഹാരമാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ അമ്മ ഉണ്ടാക്കി വയ്ക്കണ ഒരു പലഹാരമായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.